ഹുവാവി അല്ലെങ്കിൽ വാവയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാച്ച് ഫിറ്റ് 4 പ്രോയും വാച്ച് ഫിറ്റ് 4ഉമാണ് നമ്മുടെ കയ്യിലുള്ളത്. കുറേ ദിവസമായിട്ട് ഞാൻ ഈ ഒരു രണ്ട് വാച്ചും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിനെ കുറിച്ച് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിച്ചോളെ. സമയം കളയേണ്ട, ഈ ഒരു വാച്ചുകളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവ രണ്ടും ഫിറ്റ്നസ് വാച്ച് ആയതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിനു മുമ്പ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു വാച്ചുകളുടെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. എസ്പെഷ്യലി ഫിറ്റ് 4 പ്രോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബെസൽ യൂസ് ചെയ്തിരിക്കുന്നത് ടൈറ്റാനിയം കേസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സഫയർ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ ഈ ഒരു ഫിറ്റ് 4 പ്രോയിലും ഫിറ്റ് 4ലും ഏവിയേഷൻ ഗ്രേഡ് അലൂമിനിയമാണ് വാച്ച് കേസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിറ്റ് 4 പ്രോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്ട്രാപ്പ് ഇല്ലാതെ 30.4 ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത്. അത് ഫിറ്റ് 4ലാണെങ്കിൽ 27 ഗ്രാം മാത്രം. അതായത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വാച്ചാണെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ കെട്ടിക്കൊണ്ട് എക്സസൈസോ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു വാച്ച് കയ്യിലുണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് വലിയ രീതിയിൽ ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ 3 കളേഴ്സിലാണ് 4 പ്രോ അവൈലബിൾ ആകുന്നത്. ഗ്രീന്, ബ്ലാക്ക്, ബ്ലൂ. ഇതിൽ ഗ്രീനിലാണ് നമുക്ക് നൈലോൺ സ്ട്രാപ്പ്, മറ്റു രണ്ടിലും റബ്ബർ സ്ട്രാപ്പാണ് വരുന്നത്. ഇനി ഫിറ്റ് 4ലാണെങ്കിൽ 4 കളേഴ്സിലാണ് വരുന്നത്. ബ്ലാക്ക്, വൈറ്റ്, പേർപ്പിൾ. ഇവ മൂന്നും ഈ ഒരു റബ്ബർ സ്ട്രാപ്പാണ് വരുന്നതെങ്കിൽ ഗ്രേ എന്ന് പറയുന്ന കളറിൽ നൈലോൺ സ്ട്രാപ്പാണ് വരുന്നത്. അതുപോലെ തന്നെ അപ് ടു 40 മീറ്റേഴ്സ് വരെ നമുക്ക് ഈ ഒരു 4 പ്രോ വെള്ളത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വാച്ച് നമുക്ക് വെള്ളത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടും IP6X റെക്റ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ റെസിസ്റ്റന്റ് വാച്ച് കൂടിയാണ്. രണ്ട് വാച്ചിലും 1.82 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫിറ്റ് 4 പ്രോയിൽ 3000 നിറ്റ്സ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ എങ്കിൽ 2000 നിറ്റ്സ് ആണ് ഫിറ്റ് 4ന്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊക്കെ പോയാൽ തന്നെ അണ്ടർ ദ സൺലൈറ്റ് ആണെങ്കിൽ കൂടി നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ നമുക്കിത് റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പൊത്തി നോക്കേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻബിൽട്ട് ആയിട്ടുള്ള GPS 2 വാച്ചിലുണ്ട്. അതുപോലെ തന്നെ NFC ഫിറ്റ് 4 പ്രോയിൽ സപ്പോർട്ടാണ്. ഫിറ്റ് 4ന്റെ ഗ്രേയിൽ മാത്രമാണ് NFC സപ്പോർട്ട് ആയിട്ടുള്ളത്, ബാക്കി ഒന്നിനും സപ്പോർട്ടില്ല. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.2 ആണ് വേർഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 10 ദിവസത്തെ ബാറ്ററി ലൈഫാണ് രണ്ടിലും കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് ആണ് സപ്പോർട്ട് ആയിട്ടുള്ളത്. ഫിറ്റ് 4 പ്രോ 0 to 100 60 മിനിറ്റ് കൊണ്ടും ഫിറ്റ് 4 0 to 100 75 മിനിറ്റ്സ് കൊണ്ടാണ് ചാർജ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ഈ ഒരു രണ്ട് വാച്ചും നല്ല കിഡിലൻ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഫിറ്റ്നസ് റിലേറ്റഡ് ഫീച്ചേഴ്സ് പറയുന്നതിന് മുമ്പ് ഈ ഒരു വാച്ച് ഫിറ്റ് 4 പ്രോയിൽ മാത്രം കണ്ടുവരുന്ന 3 അധിക ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത് നമുക്കിതിൽ ECG മെഷർ ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഈ ഒരു താഴത്തെ ബട്ടൺ 30 സെക്കൻഡോളം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ECG കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തേത് നമ്മുടെ നാട്ടിൽ അധികം ആൾ കളിക്കാത്ത ഗോൾഫ് എന്ന് പറയുന്ന കളിയുണ്ട്. ആ ഒരു കളിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ എവിടെയാണോ നമ്മുടെ ആ ഒരു ചുറ്റുവട്ടത്തുള്ള ട്രാക്ക് എവിടെയാണ് ഗോൾഫിൻ്റെത്, അല്ലെങ്കിൽ ഗോൾഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് മോഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാച്ചിലുണ്ട്. മൂന്നാമത്തേത് ട്രയൽ റണ്ണിങ് മോഡ് എന്ന് പറയുന്നതാണ്. അതായത് ഇൻബിൽട്ട് ആയിട്ടുള്ള നമുക്ക് ഓഫ്ലൈനായിട്ട് മാപ്പ് ഈ ഒരു വാച്ചിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഒരു മാപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. ഇതിൽ ഗോൾഫിൻ്റെയും ഈ ഒരു ട്രയൽ റണ്ണിങ് മോഡിൻ്റെ ഫീച്ചർ നിലവിൽ ഇപ്പോൾ ഖത്തറിലില്ല, ഒരുപക്ഷെ അത് ഫീച്ചറിൽ വരുന്നതായിരിക്കും. എനിവേ മറ്റു എല്ലാ ഈ ഒരു വാച്ച് ഫിറ്റ് 4ലും 4 പ്രോയിലുമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 100+ എക്സസൈസ് മോഡ്സ് നമുക്കിതിൽ എനേബിൾ ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ എടുത്ത് പറയേണ്ടത് വാട്ടർ സ്പോർട്സ് റൂട്ട് ട്രാക്കിംഗ് ആയിട്ടുള്ള 8ഓളം വാട്ടർ സ്പോർട്സ് നമുക്കിതിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, സ്ലീപ്പ് മോണിറ്ററിങ്, സ്ട്രെസ് മോണിറ്ററിങ്, ഓൾ ഡേയ്സ് SpO2, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് നമുക്ക് മറ്റു വാച്ചിലൊക്കെ കാണുന്നത് ഇതിലും കാണാൻ സാധിക്കും. ഇതിൽ തന്നെ എടുത്ത് പറയേണ്ട 2-3 ഫീച്ചർ എന്ന് പറയുന്നത് ഒന്ന് സ്ലീപ്പ് ബ്രീത്തിങ് അവയർനെസ് മോഡ്. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ്ങിന് എന്തെങ്കിലും വേരിയേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇൻഫോർമേഷൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പൾസ് വേവ് അരിത്തിമിയ അനാലിസിസ്, അതായത് നമ്മുടെ പൾസിൽ എന്തെങ്കിലും വ്യത്യാസം നമ്മുടെ ഏരിയേഷന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് റിപ്പോർട്ടായിട്ട് തരുന്ന ഒരു ഓപ്ഷനും ഈ ഒരു വാച്ചുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേ ഇത് ഒരേ സമയം ആൻഡ്രോയിഡിലും ഐഫോണിലും സപ്പോർട്ടാണ്. അതിനായിട്ട് ഹുവാവി ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെയാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുക. ആൻഡ്രോയിഡ് യൂസേഴ്സിന് പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കില്ല. പകരം ഹുവാവിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഇതിൽ എക്സസൈസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വാച്ചിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും വാച്ചിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. പിന്നീട് എടുത്ത് പറയേണ്ട അല്ലെങ്കിൽ എനിക്കൊരു കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോഴ്സസ് ആൻഡ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു രണ്ട് വാച്ചിലും കാണാൻ സാധിക്കും. അതിലൂടെ നമുക്ക്
ചില എക്സസൈസിൻ്റെ ഒക്കെ നമുക്ക് ആനിമേഷൻ രൂപത്തിൽ നമുക്ക് വാമപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ എത്തരത്തിലാണ് നമുക്കത് എക്സസൈസ് ചെയ്യേണ്ടതെന്നുള്ള വിത്ത് വോയിസിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അതെനിക്കൊരു ഫണ്ണായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. എനിവേ മറ്റു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മെൻസ്ട്രൽ പീരീഡ് നമുക്കിതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടിലും നമുക്ക് കോൾ റിസീവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോൺടാക്ട്സിലൊക്കെ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. ചില ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് കീബോർഡ് വഴി നമുക്ക് റീപ്ലൈ, അതായത് ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് വഴി തന്നെ നമുക്കതിലൂടെ ഇമോജി ആയിട്ടും അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ടൊക്കെ റീപ്ലൈ കൊടുക്കാനും കൂടി ഇതിൽ സാധിക്കുന്നതാണ്. ഹുവാവിയുടെ ട്രൂ സെൻസ് സിസ്റ്റം വഴി നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് മാത്രമല്ല ഇത്തരത്തിലുള്ള ആനിമേഷനിലൂടെ, അതായത് ഹുവാവിയുടെ ഈ അടുത്തിറങ്ങിയിട്ടുള്ള ഫിറ്റ്നസ് ബാൻഡിലും വാച്ചിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ആനിമേഷൻസ് കാണാൻ സാധിക്കും. ഇമോഷണൽ വെൽബീങ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇമോഷൻസിനനുസരിച്ച് നമ്മൾ പ്ലസൻ്റ് ആയിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അൺപ്ലസൻ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിലാണോ നമ്മൾ ഇരിക്കുന്നത് എന്നൊക്കെ കാൽക്കുലേറ്റ് കൊണ്ട് ഇത്തരത്തിലുള്ള ആനിമേഷൻസ് ആയിട്ടുള്ള വാച്ച് ഫേസിലൂടെ നമ്മൾ അറിയിക്കുന്ന ഒരു ഫീച്ചറും ഈ ഒരു വാച്ചിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു വാച്ചുകളുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് ഫിറ്റ് 4 പ്രോക്ക് 899 ഖത്തറിയാലാണ്. എക്സ്ട്രാ ഒരു സ്ട്രാപ്പ് ഇതിൻ്റെ കൂടെ ലഭിക്കും. അതുപോലെ തന്നെ ഫിറ്റ് 4ന് 514 ഖത്തറിയാൽ അതിൻ്റെയും കൂടെ ഒരു സ്ട്രാപ്പ് എക്സ്ട്രാ ലഭിക്കുന്നതാണ്. എനിവേ ഓവറോൾ ഈ ഒരു വാച്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് വില കുറഞ്ഞ സ്മാർട്ട് വാച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫിറ്റ്നസ്സിനെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എക്സസൈസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാച്ച് വഴി കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒരു ആക്യുറേറ്റ് എന്നുള്ള രീതിയിലാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു വാച്ചുകൾ തന്നെയാണിത്. എസ്പെഷ്യലി ബിൽഡ് ക്വാളിറ്റി സൂപ്പർബാണ്, ഡിസ്പ്ലേ ക്വാളിറ്റി സൂപ്പർബാണ്, അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ബാറ്ററി ലൈഫ് നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ മെഷർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരു ആക്യുറേറ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് ഫിറ്റ്നസ്സിനെ കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ പരിഗണിക്കാൻ പറ്റുന്ന രണ്ട് വാച്ചുകൾ തന്നെയാണ് ഈ ഒരു ഫിറ്റ് 4 പ്രോയും ഈ ഒരു ഫിറ്റ് 4 എന്ന് പറയുന്നത്. എനിവേ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു വാച്ചിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.